ഹലോ ഹായ് നമസ്കാരം. വീണാസ് ലേണിംഗ് വേൾഡിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് 9ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നംഗേ പേർ എന്ന പാഠഭാഗത്തിൻ്റെ അവസാനത്തെ പാർട്ടാണ്. ഇതിൽ കഴിഞ്ഞ 2 പാർട്ടുകളിലായി നമ്മൾ പറഞ്ഞത് കാലുവയ്യാത്ത ബേബി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെയും അവളുടെ വീട്ടിൽ കത്ത് കൊണ്ടുവരുന്ന പോസ്റ്റ്മാനും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എന്താണ് പറഞ്ഞത്? പുതിയ പോസ്റ്റ്മാനും ബേബിയും തമ്മിൽ സൗഹൃദമുണ്ടാകുന്നു, അവർ തമ്മിൽ സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ചതിന് ശേഷം ബേബിയുടെ കാലുകളിലേക്ക് നോക്കിയ പോസ്റ്റ്മാന് ഈ കുട്ടിക്ക് എന്താണ് ദൈവം കാലുകൾ നൽകാത്തത് എന്ന് തോന്നുന്നത് പോലെ ഒരു എക്സ്പ്രഷൻ ഉണ്ടായി അല്ലേ. ഇനി ബേബിയും തിരിച്ച് പോസ്റ്റ്മാൻ്റെ കാലുകളിലേക്ക് നോക്കുന്നു. വളരെ സുന്ദരമായ ഗോളാകൃതിയുള്ള കാലുകളാണ് പോസ്റ്റ്മാൻ്റേതെന്ന് ബേബി കരുതുന്നു. പക്ഷേ ഈ ഭംഗിയുള്ള കാലുകളിൽ എന്തുകൊണ്ടാണ് അയാൾ ചെരുപ്പ് ധരിക്കാത്തത് എന്ന് ബേബി ചിന്തിക്കുന്നു. ആദ്യം ബേബി കരുതുന്നു അയാളുടെ ചെരുപ്പ് കീറിപ്പോയിട്ടുണ്ടാകാം, അത് റിപ്പയർ ചെയ്ത് ഉടൻ വരും എന്നവൾ കരുതുന്നു. എന്നാൽ അടുത്ത് വീണ്ടും തണുപ്പ് കാലം കഴിഞ്ഞ് വേനൽക്കാലം വന്നപ്പോഴും ടാറിട്ട ചുട്ടുപഴുത്ത റോട്ടിലൂടെ വളരെ ക്ഷീണിച്ചവശനായി വിയർത്തൊഴുകി പോസ്റ്റ്മാൻ വന്നപ്പോൾ അപ്പോഴും അയാളുടെ കാലുകളിൽ അവൾ ചെരുപ്പ് കണ്ടില്ല. അപ്പോൾ അവൾ അമ്മയോട് ചോദിക്കുന്നു, അമ്മ എന്തുകൊണ്ടാണ് ആ പോസ്റ്റ്മാൻ ചെരുപ്പ് ധരിക്കാത്തതെന്ന്. അപ്പോൾ അവളുടെ അമ്മ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അയാൾക്ക് ഇടുവാനായിട്ട് കാണുകയില്ല എന്ന് പറയും. അപ്പോഴാണ് ബേബി മനസ്സിലാക്കുന്നത് പോസ്റ്റ്മാന് ചെരുപ്പില്ലാത്തത് കൊണ്ടാണ് അയാൾ ചെരുപ്പ് ധരിക്കാത്തത് എന്ന്. അപ്പോൾ തന്നെ ബേബി തീരുമാനം എടുക്കുന്നു, ഇനി ഈ പോസ്റ്റ്മാനെ നഗ്നപാതനായി നടക്കാൻ അനുവദിക്കുകയില്ല എന്ന്. അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടായപ്പോൾ തന്നെ ബേബിയുടെ മനസ്സിൽ സുഖകരമായ ഒരു അനുഭൂതി ഉണ്ടായി എന്നാണ് പറഞ്ഞത്. അപ്പം അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ബാക്കി നമുക്കിന്ന് പഠിക്കാം. ഓക്കെ. ഹമേഷ ആനെ വാല മോജി ജബ് ഘർ ആയാ തബ് ബേബി ने उसे पास बुलाया और 5 रुपया उसके हाथ में देकर धीमी आवाज में कहा, मुझे इसके जूते बना दो. ഹമേഷ എപ്പോഴും, ആനേ വാല വരാറുള്ള, മോജി മോജി എന്ന് പറഞ്ഞാൽ എന്താ? ചെരുപ്പ് കുത്തി, കോബ്ലർ എന്നൊക്കെ പറയും. ഹമേഷ ആനേ വാല മോജി എപ്പോഴും വരാറുള്ള ചെരുപ്പ് കുത്തി, ജബ് എപ്പോഴാണോ, ഘർ ആയ വീട്ടിൽ വന്നത്, തബ് ബേബീനെ അപ്പോൾ ബേബി, ഉസേ പാസ് ബുലായ അയാളെ, പാസ് ബുലായ അടുത്ത് വിളിച്ചു, അവർ എന്നിട്ട് 5 रुपയ 5 രൂപ ഉസ്കെ ഹാത്ത് മേ ദേക്കർ അയാളുടെ കയ്യിൽ കൊടുത്തിട്ട്, ധീമി ആവാസ് മേ പതിഞ്ഞ ശബ്ദത്തിൽ, ധീമി ആവാസ് എന്ന് പറഞ്ഞാൽ പതിഞ്ഞ ശബ്ദത്തിൽ, വളരെ പതുക്കെ പറഞ്ഞു. എന്താ പറഞ്ഞത്? മുझे इसके जूते बना दो എനിക്ക് ഇസ്കെ ഇതിന്, ജൂത്തെ ചെരുപ്പ്, ബനാദോ ഉണ്ടാക്കി തരണം. 5 രൂപ ചെരുപ്പ് കുത്തിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറയാണ്, എനിക്കിതിന് ഒരു ചെരുപ്പ് തുന്നിത്തരണമെന്ന് പറയുന്നു. അപ്പം എന്താണ് ആ പാരഗ്രാഫിൽ പഠിച്ചത്? എപ്പോഴും വരാറുള്ള ചെരുപ്പ് കുത്തി വീട്ടിലെത്തിയപ്പോൾ ബേബി അയാളെ അടുത്ത് വിളിച്ചു. എന്നിട്ട് 5 രൂപ അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് പതിഞ്ഞ ശബ്ദത്തിൽ പറയുകയാണ്, എനിക്കിതിന് ചെരുപ്പുണ്ടാക്കി തരണം എന്ന്. അപ്പം അന്നത്തെ കാലത്തൊക്കെ 5 രൂപയ്ക്ക് ചെരുപ്പ് നിർമ്മിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ. അപ്പോൾ വളരെ പഴയ കാലത്തെ ഒരു കഥയാണ്. അപ്പം അന്നൊക്കെ ഒരു ചെരുപ്പ് നിർമ്മിക്കുന്നതിന് 5 രൂപ മാത്രമേ ആവുകയുള്ളൂ. ബാക്കി നോക്കിയേ. ഹരീബാനെ സിർ ഹിലാക്കർ കഹാ, ബനാ ദൂംഗാ ബഹൻ, നാപ്പ് ലേ ലൂം. വഹ് ബോലി, അരെ മേരെ പേർ കാ നഹീ, ഫിർ കിസ്കെ ലിയേ. ഹരീബാനെ പൂച്ച. നോക്കിയേ, ഹരീബ എന്നാണ് ആ ചെരുപ്പ് കുത്തിയുടെ പേര്. അപ്പോൾ ഹരീബാനെ, ഹരീബ, സിർ ഹിലാക്കർ തലയാട്ടിക്കൊണ്ട്, കഹ പറഞ്ഞു, ബനാദുങ്ക ഉണ്ടാക്കിത്തരാം, ബഹൻ സഹോദരി ഉണ്ടാക്കിത്തരാം സഹോദരി, നാപ്പ് ലേലൂം, നാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മെഷർമെന്റ്, അളവ്. നാപ്പ് ലേലൂം അളവെടുക്കട്ടെ എന്ന് പറഞ്ഞു. ഉണ്ടാക്കിത്തരാം സഹോദരി, പക്ഷെ ഞാൻ അളവെടുക്കട്ടെ എന്ന് ആര് പറഞ്ഞു? ഹരീബ പറഞ്ഞു. ബഹുബൂലി അവൾ പറഞ്ഞു, അരേ മേരെ പേർക്കാ നഹീം അതെ എൻ്റെ കാലിന് അല്ല. ഫിർ കിസ്കെ ലിയേ പിന്നെ ആർക്ക് വേണ്ടി? ഹരീബാനെ പൂച്ച. ഹരീബ ചോദിച്ചു. മനസ്സിലായോ? അപ്പൊ ഹരീബ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു,
ഉണ്ടാക്കി തരാം സഹോദരി, പക്ഷേ അളവെടുക്കട്ടെ. അപ്പോൾ അവൾ പറഞ്ഞു, അതെ, എൻ്റെ കാലിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ ഹരീബ ചോദിക്കുകയാണ്, പിന്നെ ആർക്ക് വേണ്ടിയാണെന്ന് ചോദിക്കുന്നു. इस प्रश्न को सुनकर बेबी एक उलझन में पड़ गई. उसको लगा कि मानो अब सारा खेल बिगड़ने जा रहा था. अंत में प्रतीक्षा करते हुए मोजी से उसने कहा, 2 दिन के बाद आओ. നോക്കിയേ, इस प्रश्न को सुनकर, ഈ പ്രശ്ന കോ ചോദ്യം, സുൻകർ കേട്ടിട്ട്, ബേബി നമ്മുടെ ബേബി, ഏക്ക് ഒരു, ഉൽഛൻ മേം പടുകൈ. ഉൽഛൻ മേം പടുന്ന എന്ന് പറഞ്ഞാൽ എന്താ? കുഴപ്പത്തിലാവുക. നമ്മുടെ ഹരീബയുടെ ചോദ്യം കേട്ട ബേബി എന്ത് ചെയ്തു? കുഴപ്പത്തിലായി. ഉൽഛൻ മേം പടുന്ന കുഴപ്പത്തിലാവുക. ഉസ്കോ ലഗ അവൾക്ക് തോന്നി, കി എന്തെന്നാൽ, മാനോ അബ് സാരാ ഖേൽ ബിഗഡ്നെ ജാ രഹാ ഹേ. സാരാ ഖേൽ ബിഗഡ്ന എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തം കള്ളവും പൊളിയാൻ പോവുകയാണ്, എല്ലാ കള്ളക്കളിയും പൊളിയാൻ പോവുകയാണെന്ന് അവൾക്ക് തോന്നി. കാരണം അതീവ രഹസ്യമായിട്ട് വീട്ടുകാരും അറിയാതെ പോസ്റ്റ്മാൻ ഒരു ചെരുപ്പ് തുന്നി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആർക്കാണ് അളവ്, ആരുടേതാണ് അളവ് എന്നൊക്കെ പറയേണ്ടി വന്നാൽ എല്ലാവരും അറിയും പോസ്റ്റ്മാന് ചെരുപ്പ് കൊടുക്കാൻ പോവുകയാണെന്നുള്ള സംഗതി അല്ലേ. അപ്പോൾ അവൾക്ക് തോന്നി, ഇപ്പോൾ എൻ്റെ കള്ളക്കളി മൊത്തവും വെളിച്ചത്താവാൻ പോവുകയാണെന്ന് അവൾക്ക് തോന്നി. അന്തുമേം അവസാനം, പ്രതീക്ഷ കർത്തേ ഹുയെ കാത്തു നിൽക്കുന്ന, പ്രതീക്ഷ കർത്തേ ഹുയെ എന്ന് പറഞ്ഞാൽ കാത്തു നിൽക്കുന്ന, മോജീസെ ചെരുപ്പ് കുത്തിയോടായി, ഉസ്നെ കഹ അവൾ പറഞ്ഞു, 2 दिन के बाद आओ 2 ദിവസം കഴിഞ്ഞ് വരൂ. എന്താണ് ബാക്കി പറഞ്ഞേക്കുന്നത് നോക്കാം. 2 दिन के बाद आओ हरीबा मैं माप दूंगी. ഓക്കെ, 2 दिन के बाद आओ ഹരീബ, 2 ദിവസം കഴിഞ്ഞ് വരൂ ഹരീബ, मैं മാപ് ദൂങ്കി, ഞാൻ അളന്ന് വെച്ചിരിക്കാമെന്നവൾ പറയുന്നു. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം പറയുന്നില്ല, പകരം പറയുന്നത് എന്താണ്? നിങ്ങൾ 2 ദിവസം കഴിഞ്ഞ് വരൂ, ഞാൻ അളവ് എടുത്തു വെച്ചേക്കാമെന്ന് പറയുന്നു. അടുത്ത പാരഗ്രാഫ്. दूसरे दिन पोस्टमैन आया और थोड़ी देर तक एक एक कर ठाक देकर चला गया. ठाक को कुर्सी पर रखकर बेबी अहाते के किनारे आई और सीटियों से नीचे उतर गई. फिर फ्रॉक की जेब से परकार निकालकर जाने वाले पोस्टमैन के पैरों के निशान का नाप जोक किया. पैरों की गोलाई आदि का ठीक ठीक माप लेकर वह फिर कमरे में आ गई. നോക്കിയേ, दूसरे दिन അടുത്ത ദിവസം, പോസ്റ്റ്മാൻ വന്നു, അവർ എന്നിട്ടോ, थोड़ी देर तक കുറച്ച് സമയത്തേക്ക്, ഏക്ക് ഏക്ക് കർ ഒന്നൊന്നായി, ഠാക്ക് ദേക്ക് കർ ഠാക്ക് കത്ത് ഒന്നൊന്നായി, ഠാക്ക് കത്ത്, ദേക്കർ നൽകിയിട്ട്, ചലാഗയ തിരികെ പോയി. അപ്പം അടുത്ത ദിവസം പോസ്റ്റ്മാൻ വന്നു, കുറച്ച് സമയം ഒന്നൊന്നായി കത്തുകൾ നൽകിയിട്ട് തിരികെ പോയി. ഠാക്ക് കോ കത്തിനെ, കുർസി പർ കസേരയിൽ, രഖ് കർ വെച്ചിട്ട്, ബേബി അഹാത്തേക്ക് കിനാരെ ആയി. ബേബി എന്ത് ചെയ്തു? അഹാത്തേക്ക് കിനാരെ, വരാന്തയുടെ കിനാരെ കോർണറിൽ മൂലയ്ക്കായിട്ട് വന്നു. മനസ്സിലായോ? കത്തുകള് ബേബി എന്ത് ചെയ്തു? കസേരയിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് വരാന്തയുടെ മൂലയ്ക്ക് ബേബി വന്നു. അഹാത്തേക്ക് കിനാരെ എന്ന് പറഞ്ഞാൽ വരാന്തയുടെ കോർണർ, മൂലയ്ക്ക് വന്നു. ഓർ എന്നിട്ട് സീഠിയോസെ പടികളിലൂടെ, നീച്ചെ താഴേക്ക്, ഉത്തർ ഗൈ ഇറങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? ആ വരാന്തയുടെ മൂലയ്ക്ക് അല്ലെങ്കിൽ ആ മുറ്റത്തിൻ്റെ മൂലയ്ക്ക് വന്നിട്ട് പതിയെ പതിയെ എന്ത് ചെയ്യാൻ തുടങ്ങി? പടികൾ ഇറങ്ങുവാൻ തുടങ്ങി. ഫിർ എന്നിട്ട് എന്ത് ചെയ്തു? ഫിർ ഫ്രോക്ക് കി ജേബ് സെ, ഫിർ എന്നിട്ട് ഫ്രോക്ക് കി ഫ്രോക്കിൻ്റെ, ബേബി ഇട്ടേക്കുന്ന ഫ്രോക്കിൻ്റെ, ജേബ് സെ പോക്കറ്റിൽ നിന്ന്, ജേബ് എന്ന് പറഞ്ഞാൽ പോക്കറ്റ് എന്നാണ് അർത്ഥം. ബേബിയുടെ ഫ്രോക്കിൻ്റെ ജേബ് സെ പോക്കറ്റിൽ നിന്ന്, പർക്കാർ, പർക്കാർ എന്ന് പറഞ്ഞാൽ എന്താ? ടേപ്പ്, പർക്കാർ നിക്കാൽക്കർ എടുത്തിട്ട്, ജാനേ വാലെ പോയ,
പോസ്റ്റ്മാൻ കെ പോസ്റ്റ്മാൻ്റെ, പേരോം കെ കാലുകളുടെ, നിഷാൻ ക നിഷാൻ എന്ന് പറഞ്ഞാൽ എന്താ? അടയാളം. അടയാളത്തിന് നാപ്പ് ജോക്ക് കിയ നാപ്പ് ജോക്ക് കർണ അളവെടുക്കുക. അപ്പൊ ബേബി എന്ത് ചെയ്തു? പതിയെ പതിയെ വരാന്തയുടെ കോർണറിൽ വന്ന് പടികൾ താഴെ ഇറങ്ങി. എന്നിട്ട് ഫ്രോക്കിൻ്റെ പോക്കറ്റിലായിട്ട് അവള് ഒരു ടേപ്പ് ഒളിപ്പിച്ച് വെച്ചേപ്പുണ്ടായിരുന്നു. ആ ടേപ്പ് നിക്കാൽക്കർ പുറത്തെടുത്തിട്ട് പോയി കഴിഞ്ഞ പോസ്റ്റ്മാൻ്റെ കാലുകളുടെ അളവുകളുടെ മെഷർമെന്റ് അളവ് എടുത്തു. മനസ്സിലായോ? പോസ്റ്റ്മാനോട് ചോദിക്കാൻ പറ്റില്ല അളവ്, അല്ലെ? സർപ്രൈസാണ്. അതുകൊണ്ട് ചെരുപ്പിടാതെ നടന്നു പോയ പോസ്റ്റ്മാൻ്റെ അളവ്, കാലിൻ്റെ അളവ് അവൾ മണ്ണിൽ നിന്ന് അളന്നെടുത്തു. എന്ത് വെച്ച്? ഒരു ടേപ്പ് വെച്ച്. പേരോങ്കി കാലുകളുടെ, ഗോളായി ഗോളായി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഗോളാകൃതി, നമ്മുടെ ഉപ്പൂറ്റി എന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെ. പേരോക്കി ഗോളായി കാലുകളുടെ ഉപ്പൂറ്റി, ആദിക മുതലായവയുടെ, ഠീക് ഠീക് മാപ് കൃത്യം അളവ്. അപ്പോൾ അവൾ കാലിൻ്റെ അളവെടുത്തു. കാലിൻ്റെ ഗോളാകൃതിയുള്ള ഭാഗം എന്താണ്? ഉപ്പൂറ്റി, അല്ലേ? ആ കാലിൻ്റെ ഉപ്പൂറ്റിയുടെയൊക്കെ കറക്റ്റ് അളവ് അവൾ എടുത്തു. മാപ്പ് ലേക്കർ അളവെടുത്തിട്ട്, വഹ് അവൾ, ഫിർ വീണ്ടും, കമരേമേ ആഗയി മുറിയിലേക്ക് വന്നു. മനസ്സിലായോ? അപ്പൊ ഈ പാരഗ്രാഫിൽ പറഞ്ഞത്, അടുത്ത ദിവസം പോസ്റ്റ്മാൻ വന്നു. കുറച്ച് സമയം കത്തൊക്കെ കൊടുത്തിട്ട്, ഒന്നൊന്നായി കത്തൊക്കെ കൊടുത്തതിന് ശേഷം അയാൾ തിരികെ പോയി. കത്ത് കസേരയിൽ വെച്ചതിന് ശേഷം ബേബി വരാന്തയുടെ കോർണറിലൂടെ പടികൾ ഇറങ്ങി താഴേക്ക് വന്നു. എന്നിട്ട് ഫ്രോക്കിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ടേപ്പ് എടുത്ത് പോയി കഴിഞ്ഞ പോസ്റ്റ്മാൻ്റെ കാലുകളുടെ അടയാളത്തിൻ്റെ അളവ് കൃത്യമായിട്ട് അളന്നെടുത്തു. അങ്ങനെ അളവെടുത്തിട്ട് അവൾ എന്ത് ചെയ്തു? തിരിച്ച് മുറിയിലേക്ക് വന്നു. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഹരീബ മോജി കോ കാം മിലാ, उसने हिसाब से जूते तैयार किए और बेबी को लाकर दे दिए. तब होली का त्योहार मनाया जा चुका था. दोपहर को पोस्टमैन कब आएगा इसकी प्रतीक्षा करती हुई बेबी बैठ गई. നോക്കിയേ, ഹരീബ മോജിക്കോ, ഹരീബ എന്ന മോജിക്കോ ചെരുപ്പ് കുത്തിക്ക് കാമില ജോലി ലഭിച്ചു. എന്താണ്? അളവ് കൃത്യമായിട്ട് ബേബി എടുത്തില്ലേ? ആ അളവ് പറഞ്ഞു കൊടുത്തു. നമ്മുടെ ഹരീബ മോജിക്ക് ജോലി ലഭിച്ചു, ചെരുപ്പ് തുന്നാനുള്ള ഓർഡർ കിട്ടി. ഉസ്നെ അയാൾ, ഹിസാബ് സെ അളവ് പ്രകാരം, ഹിസാബ് അളവ്, ഹിസാബ് സെ അളവിനനുസരിച്ച് അളവ് പ്രകാരം, ജൂത്തെ തയ്യാറാക്കി ചെരുപ്പ് തയ്യാറാക്കി. അവർ എന്നിട്ട് ബേബിക്കോ ബേബിക്ക് ലാക്കർ കൊണ്ടുവന്ന് ദേദിയെ കൊടുത്തു. അപ്പോൾ ഹരീബ മോജിക്ക് ജോലി കിട്ടി. അയാൾ എന്ത് ചെയ്തു? അളവിനുള്ള ചെരുപ്പ് തയ്യാറാക്കി അത് ബേബിക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു. തബ് അപ്പോൾ, ഹോലിക്ക ത്യോഹാർ, ഹോലിക്ക ഹോലിയുടെ, ത്യോഹാർ ഉത്സവം സെലിബ്രേഷൻ, മനായ ജാ ചുക്കാത്ത ആഘോഷിച്ച് കഴിഞ്ഞിരുന്നു. ഈ ചെരുപ്പ് തുന്നിക്കൊണ്ട് വന്നപ്പോഴേക്കും ഹോളി എന്ത് ചെയ്തിരുന്നു? കഴിഞ്ഞിരുന്നു. ഹോളി കഴിഞ്ഞ സമയമാണ്. ദോപഹർക്കോ ഉച്ച സമയത്ത്, പോസ്റ്റ്മാൻ നമ്മുടെ പോസ്റ്റ്മാൻ, കബ് ആയേഗ എപ്പോൾ വരും, ഇസ്കി ഇതിനെ, പ്രതീക്ഷ കർത്തി ഹുയി പ്രതീക്ഷിച്ചുകൊണ്ട്, ബേബി ബൈറ്റ് ഗൈ ബേബി ഇരുന്നു. അപ്പൊ എന്താ പറഞ്ഞത്? നമ്മുടെ ഹരീബ മോജിക്ക് ജോലി ലഭിച്ചു. അയാൾ അളവ് പ്രകാരം ചെരുപ്പ് നിർമ്മിച്ചു, അത് ബേബിക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു. അപ്പോഴേക്ക് ഹോളി ആഘോഷിച്ച് കഴിഞ്ഞിരുന്നു. മനായ ജാച്ചുക്കാത്ത, മനാന ആഘോഷിക്കുക, മനായ ജാച്ചുക്കാത്ത എന്ന് പറഞ്ഞാൽ എന്താ? ആഘോഷിച്ച് കഴിഞ്ഞിരുന്നു. ദോപഹർക്കോ പോസ്റ്റ്മാൻ കബ് ആയേഗ ഉച്ചയാവുമ്പോൾ പോസ്റ്റ്മാൻ എപ്പോൾ വരും, ഇസ്കി പ്രതീക്ഷ കർത്തി ഹുയി ബേബി ബൈഠ് ഗയി ഇതും പ്രതീക്ഷിച്ചുകൊണ്ട് ബേബി ഇരിക്കുകയാണ്. നോക്കിയേ, അടുത്ത പാരഗ്രാഫ് എന്താ നോക്കാം. दोपहर को पोस्टमैन आया और बेबी के आने की राह देखने लगा. धीरे धीरे बेबी आई और पुराने अखबार में लिपटा एक बंडल लेकर अहाते में खड़ी हो गई. दोपहर को ഉച്ചയ്ക്ക് പോസ്റ്റ്മാൻ ആയ പോസ്റ്റ്മാൻ വന്നു. അവർ എന്നിട്ട് ബേബിക്ക് ബേബിയുടെ, ആനേക്ക് വരുവാനുള്ള,
രാഹ് ദേഖ്നെ ലഗ. രാഹ് ദേഖ്ന പ്രതീക്ഷിക്കുക, എക്സ്പെക്ട് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഉച്ചയായപ്പോൾ പോസ്റ്റ്മാൻ വന്നു, എന്നിട്ട് ബേബി വരുന്നതും പ്രതീക്ഷിച്ചയാൾ നിൽക്കുകയാണ്. രാഹ് ദേഖ്ന എന്താണ്? പ്രതീക്ഷിച്ച് നിൽക്കുക. ഉച്ചയായപ്പോൾ പോസ്റ്റ്മാൻ വന്നു, ബേബി വരുന്നതും പ്രതീക്ഷിച്ച് അയാൾ നിൽക്കുകയാണ്. ധീരെ ധീരെ ബേബി ആയി. ധീരെ ധീരെ പതിയെ പതിയെ ബേബി ആയി, ബേബി വന്നു. അവർ എന്നിട്ട് പുരാനെ പഴയ അഖ്ബാർ മേ. അഖ്ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? പത്രം. ഓക്കെ, ന്യൂസ് പേപ്പർ. ബേബി വന്നു, എന്നിട്ടോ പുരാനെ അഖ്ബാർ മേ, പഴയ ന്യൂസ് പേപ്പറിൽ ലിപ്പട്ട. ലിപ്പട്ട എന്ന് പറഞ്ഞാൽ എന്താ? ലിപ്റ്റാന പൊതിയുക. ലിപ്പട്ട എന്ന് പറഞ്ഞാൽ പൊതിയപ്പെട്ട. പഴയ ന്യൂസ് പേപ്പർ കൊണ്ട് പൊതിയപ്പെട്ട, പൊതിഞ്ഞ ഏക് ബണ്ടൽ. ബണ്ടൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഒരു പൊതി. ലേക്കർ കൊണ്ടുവന്ന് അഹാത്തേമേ ഖടി ഹോഗി, വരാന്തയിൽ നിന്നു. അപ്പോൾ പോസ്റ്റ്മാൻ വന്നിട്ടുണ്ട്, അയാൾ ബേബി വരുന്നതും കാത്തു നിൽക്കുകയാണ്. ആ സമയത്ത് പതിയെ പതിയെ ബേബി വരുന്നു. ബേബിയുടെ കയ്യിൽ എന്തുണ്ട്? പഴയ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ ഒരു പൊതിയുണ്ട്. ആ പൊതിയും പിടിച്ചുകൊണ്ട് അവൾ വരാന്തയിൽ വന്ന് ഖടി ഹോഗയി, നിൽപ്പുണ്ട്. നോക്കിയേ, हमेशा की तरह वह मुस्कुराया और पत्रों का गड्ढा उसने बेबी के हाथ में दे दिया. हमेशा की तरह, എന്നത്തെയും പോലെ. ഹമേഷ എപ്പോഴും, കി തരഹ് പോലെ. ഹമേഷ കി തരഹ് എന്നത്തെയും പോലെ. വഹ് അയാൾ, മുസ്കുരായ പുഞ്ചിരിച്ചു. അവർ എന്നിട്ട് പത്രോക്ക കത്തുകളുടെ ഗഡ്ഡ. ഗഡ്ഡ എന്ന് പറഞ്ഞാൽ ബണ്ടിൽ, കെട്ട്. ആ പത്രങ്ങളുടെ, പത്രം എന്ന് പറഞ്ഞാൽ എന്താ? കത്ത്, ലെറ്ററുകളുടെ ഗഡ്ഡ, കെട്ട്. ഉസ്നെ ബേബി കെ ഹാത്ത് മേ ദേ ദിയ. ഉസ്നെ അയാൾ, ബേബി കെ ഹാത്ത് മേ ബേബിയുടെ കൈകളിൽ ദേ ദിയ കൊടുത്തു. അപ്പോൾ ഹോളി കഴിഞ്ഞ സമയമാണല്ലേ, അപ്പോൾ ഒരുപാട് ആൾക്കാർ ആശംസയൊക്കെ അയച്ചിട്ടുണ്ടാകും. അപ്പോൾ ഒരുപാട് കത്തുകളുണ്ട്. ഈ കത്തുകളുടെ കെട്ട് അയാൾ ബേബിയുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ എന്നത്തെയും പോലെ അയാൾ പുഞ്ചിരിച്ചു, എന്നിട്ട് ആ കത്തുകളുടെ കെട്ട് ബേബിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ബേബീനെ ठोका. अजी तुमने होली का उपहार नहीं मांगा. पोस्टमैन ने कहा, मांगूंगा बहन जी, साहब से फेंड नहीं हो रही है. यह सुनते सुनते बेबी ने पोस्टमैन के हाथ में जूते का बंडल थमा दिया. अचरज से सक पकाकर उसने बंडल खोला. भीतर एक जोड़ी सुंदर जूते थे. पोस्टमैन मन ही मन कह उठा, इस बच्ची ने तो मुझ नंगे पैर को जूते दिए. उसके पैर नहीं है, वो मैं कैसे दे सकूंगा. നോക്കി എന്താ പറയുന്നതെന്ന്? ബേബീനെ ടോക്ക. ടോക്ന എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് കയറി സംസാരിക്കുക. ടോക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാസ്റ്റ് ടെൻസ്. ബേബി ഇടയ്ക്ക് കയറി പറഞ്ഞു. ബേബീനെ ടോക്ക, ബേബി ഇടയ്ക്ക് കയറി പറഞ്ഞു. അജി അല്ലയോ, തുമ്നെ നിങ്ങൾ, ഹോലിക്ക ഹോളിയുടെ, ഉപഹാർ ഗിഫ്റ്റ്, നഹി മാങ്ക ചോദിച്ചില്ലല്ലോ. ഇടയ്ക്കേറെ പറയാണ്, അതെ നിങ്ങൾ ഹോളിയുടെ ഗിഫ്റ്റ് ഒന്നും ചോദിച്ചില്ലല്ലോ. നോർമലി നോർത്ത് ഇന്ത്യയിലൊക്കെ ഹോളി, ദീപാവലിയൊക്കെ വരുമ്പോൾ പരസ്പരം ഗിഫ്റ്റ് കൈമാറുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന പോസ്റ്റ്മാനും, അത് നമ്മുടെ ഓണത്തിന് കേരളത്തിലുള്ളതാണ് അല്ലേ. സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിൽ വരുന്ന പത്രക്കാർ, അലക്കുകാർ, ഗൂർഖകൾ, ഇവർക്കൊക്കെ നമ്മൾ ബോണസ് കൊടുക്കും. അപ്പം അതുപോലെ അവിടെ ഉത്സവത്തിന് ബോണസ് ഉണ്ട്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഹോളിയുടെ ഗിഫ്റ്റ് ഒന്നും ചോദിച്ചില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അതായത് ഹോളിക്ക് അദ്ദേഹത്തിനുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ട്, അത് എല്ലാ വീടുകളിൽ നിന്നും കൊടുക്കുന്നതാണ്, അത് നിങ്ങൾ ചോദിച്ചില്ലല്ലോ എന്ന് ബേബി ചോദിക്കുന്നു. പോസ്റ്റ്മാനെ കഹ, പോസ്റ്റ്മാൻ പറഞ്ഞു, മാങ്കൂങ്ക ബെഹൻജി, മാങ്കുന ചോദിക്കുക, മാങ്കൂങ്ക ചോദിക്കാം, മാങ്കൂങ്ക ബെഹൻജി ചോദിക്കാം സഹോദരി, സാഹബ് സെ സാറുമായി, ഭേണ്ട് നഹി ഹോ രഹി ഹെ. ഭേണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? കൂടിക്കാഴ്ച. സാറുമായി കൂടിക്കാഴ്ച നടക്കുന്നില്ല. അതായത് ബേബിയുടെ അച്ഛനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി, അതുകൊണ്ടാണ് ഗിഫ്റ്റ് ചോദിക്കാത്തത് എന്ന് പോസ്റ്റ്മാൻ പറയും. അപ്പോൾ നിങ്ങൾ ഹോളിയുടെ ഗിഫ്റ്റ് ചോദിച്ചില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പോസ്റ്റ്മാൻ പറയാണ്, ഞാൻ ചോദിച്ചോളാം, ഞാൻ വാങ്ങിക്കൊള്ളാം സഹോദരി,
സാറിനെ കാണാൻ കഴിയുന്നില്ല, സാറിനെ കണ്ടുമുട്ടിയില്ല, അതുകൊണ്ടാണ് ചോദിക്കാത്തതെന്ന് പറയുന്നു. യഹ് സുൻതേ സുൻതേ, ഇത് കേട്ട് കേട്ട്, സുൻതേ സുൻതേ കേട്ട് കേട്ട്, ബേബീനെ ബേബി പോസ്റ്റ്മാൻ കെ ഹാത്ത് മേ, പോസ്റ്റ്മാന്റെ കയ്യിൽ, ജൂത്തേ കാ ബണ്ടൽ ധമാദിയ, ജൂത്തേ കാ ചെരുപ്പിന്റെ, ബണ്ടൽ പൊതി, ധമാദിയ ഏൽപ്പിച്ചു. നോക്കിയേ, അപ്പോൾ പോസ്റ്റ്മാൻ പറയാണ് സാറിനെ കണ്ടിട്ടില്ല, സാറിനെ കാണുമ്പോൾ ഞാൻ വാങ്ങിക്കൊള്ളാമെന്ന് പറയുന്നു. ഇത് കേട്ടുകൊണ്ട് നിൽക്കേ തന്നെ ബേബി എന്ത് ചെയ്തു? പോസ്റ്റ്മാന്റെ കയ്യിലേക്ക് ആ ചെരുപ്പിന്റെ പൊതി വെച്ചു കൊടുത്തു. ധമാദേന ഏൽപ്പിക്കുക, ബണ്ടൽ പൊതി, ജൂത്ത ചെരുപ്പ്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഇത് കേട്ടുകൊണ്ട് നിൽക്കേ തന്നെ ബേബി തന്റെ കയ്യിലിരുന്ന പൊതി പോസ്റ്റ്മാന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു. അജ് രജ് സേ സക് പക്കാക്കർ, അജ് രജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിശയം എന്നാണ്. ഓക്കെ, അപ്പൊ അജിരജ് എന്ന് പറഞ്ഞാൽ അതിശയം. അജിരജ് സേ അതിശയത്തോടു കൂടി, സക് പക്കാക്കർ, സക് പക്കാന എന്ന് പറഞ്ഞാല് അമ്പരന്നുകൊണ്ട്, കൺഫ്യൂഷൻ ആയിക്കൊണ്ട്, ഉസ്നെ അയാൾ, ബണ്ടൽ ഖോല പൊതി തുറന്നു. അപ്പോ പെട്ടെന്ന് ആ കുഞ്ഞൊരു പൊതിയെടുത്ത് കയ്യിലേക്ക് കൊടുക്കുകയാണല്ലേ. അതിശയത്തോടു കൂടിയും അമ്പരപ്പോടു കൂടിയും അയാൾ പെട്ടെന്ന് തന്നെ ആ ബണ്ടിൽ തുറന്നു. ഓക്കെ, അജരജസേ അത്ഭുതത്തോടുകൂടി, സക് പക്കാക്കർ അമ്പരന്നുകൊണ്ട്, ഉസ്നെ അയാൾ, ബണ്ടൽ ഖോല പൊതി തുറന്നു. ഫീത്തർ ഉള്ളിൽ, ഏക് ജോഡി ഒരു ജോഡി, സുന്ദർ മനോഹരമായ, ജൂത്തേ ഥേ ചെരുപ്പുകൾ ആയിരുന്നു. അപ്പൊ ആ പൊതി അയാൾ തുറന്നപ്പോൾ അതിൻ്റെ ഉള്ളില് മനോഹരമായ ഒരു ജോഡി ചെരുപ്പുകളായിരുന്നു. പോസ്റ്റ്മാൻ മൻഹി മൻ കഹുട്ട, പോസ്റ്റ്മാൻ മൻഹി മൻ, പോസ്റ്റ്മാൻ തന്നെത്താൻ പറയുകയാണ്, മനസ്സിൽ പറയുകയാണ്, ഇസ് ബച്ചീനെ തോ, ഈ പെൺകുട്ടിയാണെങ്കിലോ, മുച്ച് എന്നെപ്പോലെയുള്ള, നങ്കേ പേർക്കോ നഗ്നപാദന്, ജൂത്തേദിയെ ചെരുപ്പുകൾ നൽകി. ഉസ്കെ പയർ നഹീം ഹേ, അവൾക്ക് കാലുകൾ ഇല്ല. വോ മേം കൈസേ ദേ സക്കുങ്ക, വോ അത്, മേം ഞാൻ, കൈസേ എങ്ങനെ, ദേ സക്കുങ്ക നൽകും. അല്ലേ? അപ്പോൾ പൊതി തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ മനോഹരമായ ഒരു ജോഡി ചെരുപ്പുകളാണ്. പോസ്റ്റ്മാൻ മനസ്സിൽ പറയുകയാണ്, ഈ പാവം പെൺകുട്ടി എന്നെപ്പോലെയുള്ള നഗ്നപാദന് ചെരുപ്പ് നൽകിയിരിക്കുന്നു, എന്നാൽ അവൾക്ക് കാലുകളില്ല, അത് ഞാൻ അവൾക്ക് എങ്ങനെ നൽകും എന്നയാൾ ചിന്തിക്കുന്നു. അല്ലേ? അപ്പോൾ ആ കൊച്ചു കുഞ്ഞിനെ തിരികെ കൊടുക്കാൻ ഒരു ഗിഫ്റ്റും അയാളുടെ പക്കല് ഇല്ല. കാരണം എന്താ? അവൾക്കില്ലാത്ത ഒരേ ഒരു കാര്യം കാലുകളാണ്. ആ കാല് തിരികെ നൽകുവാൻ പോസ്റ്റ്മാനെ കൊണ്ട് കഴിയുമോ? ഒരിക്കലുമില്ല. അല്ലേ? അപ്പം അയാള് അമ്പരന്ന് അതിശയത്തോടു കൂടി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഈ പാരഗ്രാഫിൽ പറഞ്ഞ എന്താണ്? അയാള് ബേബിയെ നോക്കി പുഞ്ചിരിച്ചു, ലെറ്ററുകളുടെ എന്താണ് കെട്ട് ബേബിയുടെ കയ്യിൽ കൊടുത്തു. ബേബി ഇടയ്ക്ക് അത് ചോദിക്കുകയാണ്, താങ്കൾ ഹോളിയുടെ ഗിഫ്റ്റ് ഒന്നും തന്നെ മേടിച്ചില്ലല്ലോ എന്ന് ചോദിക്കുന്നു. പോസ്റ്റ്മാൻ പറയാണ്, ഞാനത് ചോദിച്ചോളാം സഹോദരി, സാറിനെ കാണാഞ്ഞിട്ടാണ് ചോദിക്കാത്തത്. ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ ബേബി തൻ്റെ കയ്യിലുള്ള ചെരുപ്പിന്റെ പൊതി അയാളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. അതിശയത്തോടുകൂടി അമ്പരപ്പോടുകൂടി അയാൾ ആ പൊതി തുറന്നു നോക്കി. അതിൻ്റെ ഉള്ളിൽ ഒരു ജോഡി മനോഹരമായ ചെരുപ്പായിരുന്നു. പോസ്റ്റ്മാൻ മനസ്സിൽ പറഞ്ഞു, ഈ പാവം പെൺകുട്ടി എന്നെപ്പോലെയുള്ള നഗ്നപാദന് ചെരുപ്പ് നൽകിയിരിക്കുന്നു, എന്നാൽ ഇവൾക്ക് കാലുകളില്ല, അത് ഞാൻ എങ്ങനെ നൽകാനാണ്? എനിക്കതെങ്ങനെ നൽകാൻ കഴിയും? ദേ സക്കൂങ്ക, എങ്ങനെ നൽകുവാൻ കഴിയും എന്നാണ്. ഓക്കെ, അടുത്ത പാരഗ്രാഫ്, ലാസ്റ്റ് പാരഗ്രാഫ്. काम खत्म करके वह सीधा पोस्ट ऑफिस गया. बड़े बाबू के टेबल के सामने जाकर बोला, साहब मेरी लाइन बदल दीजिए, सिटी में कहीं भी बदल कर दीजिए. काम खत्म करके, काम ജോലി, ഖത്തം കർണ പൂർത്തിയാക്കുക, അവസാനിപ്പിക്കുക. കാം ഖത്തം കർക്കെ ജോലി പൂർത്തിയാക്കിയതിനു ശേഷം, വഹ് അയാൾ, സീധെ നേരെ, പോസ്റ്റ് ഓഫീസ് ഗയ പോസ്റ്റ് ഓഫീസിലേക്ക് പോയി. അപ്പോൾ കത്തെല്ലാം കൊടുത്ത് തീർന്ന ശേഷം അയാൾ നേരെ പോസ്റ്റ് ഓഫീസിലേക്ക് പോയി. ബഡേ ബാബു കെ ടേബിൾ കെ സാമനെ ജാക്കർ, ബഡേ ബാബു എന്ന് പറഞ്ഞാൽ എന്താ? മേലധികാരി. അയാളുടെ
ഉയർന്ന ഉദ്യോഗസ്ഥൻ. ബഡേ ബാബു കെ ഉയർന്ന ഉദ്യോഗസ്ഥന്റെ ടേബിൾ കെ സാമനെ ടേബിളിന്റെ മുന്നിൽ ജാക്കർ പോയിട്ട് ബോല പറഞ്ഞു, സാഹബ് അല്ലയോ സാറേ, മേരി ലയൻ എൻ്റെ റൂട്ട്, ലയൻ എന്താണ്? റൂട്ട്, അയാൾ സ്ഥിരം പോകുന്ന റൂട്ട്, ബദൽ ദീജിയെ മാറ്റിയാലും, അല്ലെങ്കിൽ എന്താണ്, എനിക്ക് ഈ റൂട്ട് മാറ്റിത്തന്നാലും, സിറ്റിമേ സിറ്റിയിൽ, കഹി ഭി എവിടെയെങ്കിലും, ബദലി കർദീജിയെ എനിക്ക് ബദലി കർണ എന്താണ്? സ്ഥലം മാറ്റം തരിക. ബദലി സ്ഥലം മാറ്റം, ട്രാൻസ്ഫർ. അപ്പോൾ എൻ്റെ ഈ റൂട്ട്, ഞാനീ പോകുന്ന റൂട്ട് എനിക്ക് മാറ്റിത്തരണം, സിറ്റിയിലേക്ക് എവിടെയെങ്കിലും എനിക്ക് സ്ഥലം മാറ്റം തരണമെന്ന് അയാൾ പറയുന്നു. മനസ്സിലായോ? അപ്പം എന്താണ് അയാൾ പറഞ്ഞത്? ജോലിയെല്ലാം തീർത്തതിന് ശേഷം നേരെ പോസ്റ്റ് ഓഫീസിലേക്ക് പോകുന്നു. അവിടെ മേലധികാരിയെ കണ്ട് പറയുകയാണ്, സാറേ എനിക്ക് എൻ്റെ ഈ റൂട്ട് മാറ്റിത്തരണം, സിറ്റിയിൽ വേറെ എവിടേക്കെങ്കിലും എനിക്ക് സ്ഥലം മാറ്റം തരണം എന്നയാൾ പറയും. അപ്പം കഥ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് തോന്നാം കിട്ടേണ്ട സാധനം കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾ ബേബിയെ മറന്നു എന്ന് തോന്നാം, അല്ലേ? ചെരുപ്പ് മേടിച്ചുകൊണ്ട് ബേബിയെ തേച്ചേച്ച് പോയതാണെന്നൊക്കെ പറയുന്ന കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ആ പോസ്റ്റ്മാൻ വളരെ ദരിദ്രനാണ്, അല്ലേ? ഒരു ചെരുപ്പ് പോലും കാലിൽ മേടിച്ചിടാൻ കഴിവില്ലാത്ത അത്രയും ദരിദ്രൻ. ആ ദരിദ്രന് ബേബി ചെരുപ്പ് നൽകി. എന്നാൽ അത്രയും നല്ല മനസ്സുള്ള ബേബിയെ പോലുള്ളൊരു കൊച്ചു കുഞ്ഞിന് തിരികെ ഒന്നും നൽകാൻ അയാൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾക്കിനി ബേബിയെ ഫേസ് ചെയ്യാൻ കഴിയില്ല. ആ കൊച്ചു കുഞ്ഞിൻ്റെ മുഖത്ത് ഇനി നോക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അയാൾ തനിക്ക് സ്ഥലം മാറ്റം തരണമെന്ന് മേലധികാരിയോട് ആവശ്യപ്പെട്ടത്. മനസ്സിലായോ? അപ്പോൾ ഇനി ഒരിക്കലും ആ കുഞ്ഞിനെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത ദുഃഖം കൊണ്ടാണ് അയാൾ മേലധികാരിയോട് സ്ഥലം മാറ്റം ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ പാഠഭാഗം, ഈ അതിമനോഹരമായ കഥ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ നോട്ട്സ് ആൻഡ് എക്സ്പ്ലനേഷനുമായിട്ട് വീണ്ടും കാണാം. അതുവരെ കാണും വരേക്കും ദിസ് ഈസ് വീണ സൈനിങ് ഔട്ട് ഫ്രം വീണാസ് ലേണിംഗ് വെൽ. Goodbye.